നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റൗണ്ടിനടുത്ത് കുറുപ്പം റോഡിലാണ്. ഇവിടെ റോഡ് വളരെ മനോഹരമായ രീതിയിൽ നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ നല്ല ക്വാളിറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ ആകർഷണീയമാണ്. പക്ഷേ അതേസമയം തന്നെ ഈ റോഡ് ഇങ്ങനെ ഇത്ര ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇവിടുത്തെ വ്യാപാരികൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. അതായത് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഈ വെള്ളച്ചാൽ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 മാസം മാക്സിമം 3 മാസത്തിൻ്റെ ഉള്ളിൽ മഴ വരാൻ പോവുകയാണ്. മഴ എത്രത്തോളം കനക്കുമെന്ന് നമുക്ക് പറയാൻ വയ്യ. സാധാരണ രീതിയിൽ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് നിറഞ്ഞിട്ട് വെള്ളം വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ പണി ബാക്കിയുള്ള ഭാഗം സൈഡ് ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. ഒപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇത് ചെയ്യുന്നത് വരെ ഒരു മഴക്കാലം വരുന്നത് വരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് ഈ ഭാഗത്തുള്ള കടകൾ ഒക്കെ താഴ്ത്താണ്. കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും മുഴുവൻ വെള്ളം കയറും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കാം. വ്യാപാരികൾ നമ്മോടൊപ്പമുണ്ട്. കുറുപ്പം റോഡിലെ വ്യാപാരികളാണ്. ഭീഷണി എന്താണ്? ഇവിടെ ഇപ്പൊ 2 അടി ഏകദേശം 1.5 അടി ഉയരത്തില് റോഡ് പണിതു, കോൺക്രീറ്റ് ചെയ്തു. അതൊക്കെ വളരെ നല്ല കാര്യമായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളം പോകുന്ന കാനയുണ്ട്. ആ കാന കൊല്ലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഈ കാന തുറന്ന് മണ്ണ് വാരി കളഞ്ഞ് ഇവിടെ കാന കോൺക്രീറ്റ് ചെയ്ത് ഉയരം കൂട്ടി അതിനോടനുബന്ധിച്ച് വരുന്ന ചെറിയൊരു ഗ്യാപ്പ് വരും ഈ റോഡിനും ഈ കാണുന്ന കാനയുടെ ഇടയില്. അത് ഫില്ല് ചെയ്തില്ലെങ്കില് ഇവിടെ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുപ്പം റോഡിനെ സംബന്ധിച്ചൊരു ശാപം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കിക്കാട് മൈതാനത്തിൽ പെയ്യുന്ന മഴ മുഴുവൻ വെള്ളം മുഴുവൻ താഴ്ന്ന പ്രദേശം ഇതായതുകൊണ്ട് നേരിട്ട് കുറുപ്പം റോഡിലോട്ട് ഒഴുകുക. അതൊരു പുഴ പോലെയാണ് ഒഴുകുക. മഴ നിന്നാലും അരമണിക്കൂർ നേരം വെള്ളം പോയി കഴിയാൻ വേണ്ടി വരും. വെള്ളം നിൽക്കാറില്ല. അത് ഇറക്കായതുകൊണ്ട് വെള്ളം നിൽക്കാറില്ല. ഇതിപ്പോ ഈ പണിത നിലയ്ക്ക് വെള്ളം പിടിക്കുമ്പോൾ അപ്പൊ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന വെള്ളം മുഴുവൻ, അതായത് റോഡ് നിറഞ്ഞു വരുന്ന അത്രയും വെള്ളമാണ് ഈ ഒരു സൈഡിൽ കൂടെ പോകാൻ പോകുന്നത്. ഈ വരുന്ന വെള്ളം മുഴുവൻ ഈ പീടികളുടെ ഇടയിലേക്ക് പോവാ. മനസ്സിലായോ? അതായത് കഴിഞ്ഞ കടകളൊക്കെ താഴ്ത്തായി. ഇപ്പോ കടകൾ മുഴുവൻ താഴ്ത്താണ്ട് റോഡ് ഉയരം കൂട്ടി. കാനകൾ പണി കഴിച്ചിട്ടില്ല. കാനകൾ മുഴുവൻ മണ്ണ് നിറഞ്ഞു കിടക്കാണ്. അപ്പൊ ഈ കാനയിലൊക്കെ മണ്ണ് നിറഞ്ഞു കിടക്കാണ്. ശരി. ഇതങ്ങനെ കാന വൃത്തിയാക്കാറൊന്നുമില്ല. ഇല്ല, കൊല്ലങ്ങളായി ഇതൊക്കെ തുറന്നിട്ട്, കൊല്ലങ്ങളായി. അപ്പൊ അതാണ് കൂടെ പോകേണ്ട വെള്ളമാണ് ഇപ്പൊ ഈ റോഡ് കൂടെ പോകണം. അതെ റോഡിൽ കൂടെ പോവാണ്. അത് ഞങ്ങൾ അതിന് വലിയ കാര്യമായിട്ട് വിഷമം അനുഭവിക്കാറില്ല. കാരണം അതൊന്നും ഞങ്ങളുടെ അകത്തേക്ക് വരാറില്ല. ആ വലിയ ഒരു മഴക്കെടുതിണ്ടായില്ല, ഫ്ലഡ് വന്നില്ല. ആ കാലത്ത് മാത്രം ഈ തട്ടം വരെ വെള്ളം വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്നിട്ട് ഭീഷണിയാരാണ് നിങ്ങളിപ്പോ ഈ തറ? ഇതിന്റെ വെള്ളത്തിന്റെ ഭീഷണി ഞങ്ങൾ ഇവിടെ ഒരു അടിക്ക് ഉയരത്തില് കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇവരിത് പണിതത്. അതിനേക്കാൾ ഉയരാണ്. ഇനിയിപ്പോ നാളെ മുതൽ ഇവര് ഇതിന്റെ ഇടയിൽ അതിന്റെ വേസ്റ്റ് കൊടുത്തിട്ടാൻ പോണ്. അപ്പൊ കാനിയും പണിയുന്നില്ല, വേസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആ വരുന്ന വെള്ളം മുഴുവൻ ഇനി അങ്ങനെ പോവാ. ഇതിന്റെ മുകളിൽ കൂടെ അകത്തേക്ക് കിടക്കും, തള്ളും. അപ്പൊ ഇത് ഒരു, അതായത് ഇപ്പൊ നിലവിലുള്ള ഈ റോഡിനോട് ചേർന്നിട്ട് വേസ്റ്റ് കൊടുത്തിട്ട് കുറച്ചും ഈ കാന വരെയുള്ള ഭാഗം ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം ഈ സൈഡിലേക്ക് ചേർന്നിട്ട് വരും. അത് കടകൾക്ക് ഭയങ്കര 2 മാസമായിട്ട് ഞങ്ങള് ഇവിടെ കച്ചവടം ഇല്ലാണ്ട് കിടന്ന് നിൽക്കുകയാണ്. ഇതിന്റെ പരിപാടി കാരണം ഇനി വരുന്നത് ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളും കൂടി നാശമായി പോകണം. അപ്പൊ ഇത് തികച്ചും മഴക്കാലം വരാൻ പോവാണ് അല്ലേ? അപ്പൊ തികച്ചും ഇതൊരു ആത്മഹത്യാപരമാണ് ഈ വക പരിപാടികള്. അപ്പൊ കോർപ്പറേഷൻ ഉടനെ തന്നെ തീരുമാനം ഉണ്ടാക്കണം. അത് ഇനി വൈകിട്ട് കാര്യമില്ല, ദിവസങ്ങളില്ല ഇനി. ശരിയാണ്. മഴ എപ്പോഴാ പെയ്യാന്ന് പറയാൻ കഴിയല്ലോ അല്ലേ? വികസനത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നു. ഞങ്ങൾ ഇത്ര കാലം ഇവിടെ നിങ്ങളുടെ സാധനങ്ങൾ നാശാവും അല്ലേ? റോഡ് വരുമ്പോ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. നല്ല റോഡ് വരട്ടെ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇത്രയും നല്ല റോഡുകൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ സാറൊന്ന് പിന്നിലേക്ക് നോക്കണേ, ഈ ഒരു പോസ്റ്റ് നമുക്കറിയാം എത്ര ലൈനുകൾ അതിന്റെ മുകളിൽ കൂടെ പണിയുന്നുണ്ടാ. അത് 2 തവണ വണ്ടി ഇടിച്ചിട്ടുണ്ട്, ബസ് ഇടിച്ചിട്ടുണ്ട്. ശരി. അതൊക്കെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ 2 തവണ ബസ് ഇടിച്ചിട്ടുണ്ട്. ഈ ബസ് ഇടിക്കൽ കഴിഞ്ഞ് അത് വീണ്ടും ഇത് അഴിച്ചു മാറ്റി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പരിപാടി ഇല്ല. അപ്പൊ അവര് ഇപ്പോഴും അതൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ അതിന്റെ അപ്പുറത്താണ് ഈ കോൺക്രീറ്റ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതൊക്കെ ഒന്ന് മാറ്റി ഒരു വൃത്തിയില് ഒറ്റ പോസ്റ്റ് ആക്കി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതിന്റെ മുകളിലുണ്ടോ ഒറ്റ ഒരു പോസ്റ്റ് ഉണ്ടാക്കി അതിന്റെ മുകളിൽ എല്ലാ കണക്ഷനും കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ ഒന്ന് വൃത്തിയിൽ ചെയ്താലല്ലേ കാര്യമുള്ളൂ. നാളെ ഈ ഉയരത്തിലുള്ള സാധനം വീണ്ടും ഇപ്പൊ തട്ടില്ലേ? അപ്പൊ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാന്നുള്ള കാര്യമില്ല. റോഡില് ഉള്ള സൈഡിലുള്ള വ്യാപാരികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് കാന പെട്ടെന്ന് മഴക്കാലമാണതിന്റെ മുന്നേ വൃത്തിയാക്കി
ഉയരം കൂട്ടി പണിത് ഞങ്ങളുടെ ഇത് കാനം ഉയരം കൂട്ടി റോഡിനോടൊപ്പം എങ്ങനെയാണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതനുസരിച്ച് ഞങ്ങളുടെ ബൗണ്ടറി ഉയരം കൂട്ടാൻ പറ്റും. അങ്ങനെ ഉയരം കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സേഫ്റ്റി ആയി. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ. ഇത് ആരോടെ പറയണ്ടേ? ഇതറിയാത്ത ആൾക്കാരെന്തല്ല കോർപ്പറേഷനിലുള്ളവര്, അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ കോർപ്പറേഷൻ അതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഉടനെ ചെയ്താൽ ഞങ്ങൾ വ്യാപാരികൾ ശക്തമായ സമരത്തെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. ഇതിങ്ങനെ പോയി ശരിയാവില്ല. ഇത് ഞങ്ങൾക്ക് ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം തന്നെ ആൾക്കാർ കൂടി ഇതിൽ ബന്ധപ്പെടണം. നമുക്ക് പ്രതീക്ഷിക്കാം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന്. നമസ്കാരം. കുറുപ്പ് റോഡ് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് സ്ട്രെയിറ്റ് റോഡാണ്. ഈ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ വരെ ചെട്ടിങ്ങാടി വരെ പോണ റോഡാണ്. ഇതിന്റെ ഇടയിലാണ് ഈ പോസ്റ്റ് വന്ന് പെട്ടുള്ളത്. ഈ പോസ്റ്റ് 3 പോസ്റ്റ് ഇതിലധികം ഈ കേബിൾ ടി വിക്കാരുടെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ വയറുകളാ പോണേ. ഇതൊന്നും മാറ്റി കഴിഞ്ഞാൽ ഈ റോഡ് സ്ട്രെയിറ്റ് ആവും. ഇതിപ്പോ ഇത് വളച്ചെടുത്തേക്ക. ഈ വളവ് ഉള്ളതല്ല. അതുകൊണ്ട് വെച്ചാൽ ഈ ഏരിയ വളരെ ചെറുതായി പോയി. ഇവിടെ വരുമ്പോ വീതി കുറഞ്ഞു. നല്ല അത്യാവശ്യം വീതി ഉണ്ട്. ഈ വീതി കൂടെ വന്നപ്പോ ഒരു കുറച്ചേക്കണ്. കണ്ട വീതിയിൽ കുറവുണ്ടാവില്ല. അങ്ങനെ വളഞ്ഞ് അല്ല അവിടെ കൂട്ടിയില്ല. അവിടെ സാധാരണ ഉള്ള സ്ഥലം തന്നെയാണ്. ഇതിങ്ങനെ നേരെ ഇങ്ങോട്ട് ചെയ്യാൻ അവർക്ക് കണ്ട ഇങ്ങനെ വളച്ചെടുത്തേക്ക. ഇത് വളരെ അർജന്റായിട്ട് കോർപ്പറേഷൻ ചിന്തിക്കുന്ന കാര്യം. ഇതൊന്നും അവർക്ക് അറിയാത്ത വിഷയങ്ങളല്ല. അറിഞ്ഞു കുറുപ്പൻ റോഡിലത്തെ കച്ചവടക്കാരാണ്. അതായത് ഈ ദിവസങ്ങളിലൊക്കെ യെല്ലോ അലർട്ടാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അപ്പോ മഴ വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെയുള്ളവരൊക്കെ നിൽക്കുന്നത്. ഈ മഴയത്ത് കാനേക്കുള ഒഴുകാനായിട്ട് സ്ഥലമില്ലാത്ത കാരണം ഈ വെള്ളമൊക്കെ റൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ കടകളിലേക്കാണ് വരാൻ സാധ്യത. അപ്പൊ എത്രയും വേഗം ഞങ്ങള് ചെറിയ പ്രതിവിധികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കാര്യമില്ലാത്ത അവസ്ഥയിലേക്കാണ്. വലിയൊരു മഴ വന്നു കഴിഞ്ഞാല് ആകെ നശിച്ചു പോകും. അപ്പൊ എത്രയും വേഗം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ചെയ്യുക, പണി കഴിക്കുക. അതാണ് ഞങ്ങൾ കച്ചവടക്കാർക്ക് പറയാനുള്ളത്. No.